കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, പരാതിക്കാരെ ഹാജരാക്കുന്നു, അവരുടെ ഫോൺ നമ്പറുകൾ ഹാജരാക്കുന്നു, അങ്ങനെ കൃത്യമായ തെളിവുകളെല്ലാം കൊണ്ടുവന്നാണ് രാഹുൽ ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തുന്നത്. പക്ഷെ അപ്പോഴും പറയുന്നു ഇതൊരു ഹൈഡ്രജൻ ബോംബല്ല, ഹൈഡ്രജൻ ബോംബ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, അതായത് വാരാണസി, അല്ലേ? ശ്രീജ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചെറിയ വിവരങ്ങൾ മാത്രമാണെന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. ഹൈഡ്രജൻ ബോംബ് പുറത്തുവിടുമെന്ന് രാഹുൽ ഗാന്ധി ആവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കൂടുതൽ വിവരങ്ങൾ കൂടി ലഭ്യമാകാനുണ്ട്. അതിലേറ്റവും പ്രധാനമായും കോൺഗ്രസ് തന്നെ വ്യക്തമാക്കുന്നത് പല വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പോലും നൽകുന്നില്ല. അങ്ങനെ പാർട്ടിക്ക് പോലും ലഭിക്കാത്ത ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം താമസം വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ ഹൈഡ്രജൻ ബോംബ് അല്ല എങ്കിൽ പോലും ഇന്ന് പുറത്തുവിട്ട വിവരങ്ങൾ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വഴിവെക്കുന്നതാണ് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരു സ്ഥലത്ത്, അതായത് കർണാടകത്തിൽ വോട്ടുകൾ ഒഴിവാക്കാനുള്ള ഇടപെടലുകൾ നടത്തിയെങ്കിൽ മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ വോട്ടുകൾ ഉൾപ്പെടുത്താനുള്ള ഇടപെടലുകൾ നടത്തിയതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം ഇതിനൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് പല പരാതികളും വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ വളരെ പെട്ടെന്ന് തന്നെ തീർപ്പുണ്ടാക്കുന്നു. ഒരു പരാതി ഉന്നയിക്കപ്പെടുന്നവനും പുലർച്ചെ 4 മണിക്കൊക്കെയാണ്. പുലർച്ചെ 4 മണിക്കിരുന്ന് ഒരു പരാതി സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് 40 സെക്കൻഡിനുള്ളിൽ തന്നെ അടുത്ത പരാതി അപ്ലോഡ് ചെയ്യുന്നു. ഇങ്ങനെ എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് പരാതി നൽകുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. ഒരേ പേരിൽ തന്നെ 12 പേരുടെ വോട്ട് ഒഴിവാക്കുന്നതിനാവശ്യമായ പരാതി നൽകുന്നു. അങ്ങനെ പരാതി നൽകിയ ആളെയാണ് പ്രധാനമായും രാഹുൽ ഗാന്ധി കൊണ്ടുവന്നത്. അലന്ത് വോട്ട് മണ്ഡലത്തിലാണ് പ്രധാനമായും 6018 വോട്ടുകൾ ഒഴിവാക്കിയെന്നുള്ളതാണ് കർണാടകത്തിലെ അലന്ത് മണ്ഡലത്തിൽ. അതിൽ തന്നെ 10 ബൂത്തുകളിൽ കോൺഗ്രസ് ജയിച്ചിരുന്ന, കോൺഗ്രസിന് സ്വാധീനമുള്ള ബൂത്തുകളാണ്. ആ ബൂത്തുകളിൽ ഉൾപ്പെടെയാണ് വോട്ട് ഒഴിവാക്കിയിട്ടുള്ളത്. കോൺഗ്രസിന്റെ ജയസാധ്യത ഇത് ബാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് കർണാടകത്തിലെ കാര്യം. അവിടെ നിന്ന് രജൌര മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ അവിടെ 6850 വോട്ടുകൾ പുതുതായി ചേർക്കുകയാണ് ഉണ്ടായത്. രണ്ടും ഒരേ സോഫ്റ്റ്വെയർ സംവിധാനത്തിന്റെ ഭാഗമായി തന്നെയാണ് ഉപയോഗിച്ചത്. ഒരേ രീതി തന്നെയാണ്. അതായത് ഒരു വോട്ടറെ കൊണ്ട് തന്നെ, ഒരാളെ കൊണ്ട് തന്നെ 12 വോട്ടുകൾ ചേർക്കുന്നു, 12 വോട്ടുകൾ ഒഴിവാക്കുന്നു. ഇങ്ങനെ നിരവധിയായ ക്രമക്കേടുകളാണ് ഉന്നയിക്കപ്പെട്ടത്. ഇതിൽ തന്നെ കർണാടകത്തിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട CID കേസെടുത്തിരുന്നു. ഈ അന്വേഷണം മുന്നോട്ട് പോകുകയും ആ കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായ വിവരങ്ങൾ തേടുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഭാഗികമായ വിവരങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോയില്ല. 2-3 തവണ, 18 തവണ ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകി എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ആ 18 തവണയും ഒരു തരത്തിലുള്ള നിലപാടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചതെന്ന് വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയാം. ഗണേഷ് കുമാറിന് കാര്യങ്ങൾ അറിയാം. അദ്ദേഹമാണ് ഇത്തരം വോട്ട് കൊള്ളക്കാരെ സംരക്ഷിക്കുന്നതെന്ന ഗുരുതര ആരോപണമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ആരാണ് ഇതിന് പിന്നിലെന്ന് ചോദിക്കുമ്പോൾ പിന്നിലുള്ളവരെ വൈകാതെ പുറത്തു കൊണ്ടുവരും, തെളിവുകൾ സഹിതം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. കുറച്ചു സമയം കൂടി കാത്തിരിക്കൂ എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, ഭരണഘടനാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക, ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളത് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് നിർവഹിക്കാതെ വരുന്നത് കൊണ്ടാണ് താൻ ഇത്തരത്തിൽ രംഗത്തുനിന്ന്. തന്റെ ഉത്തരവാദിത്തം മാത്രമല്ല ഭരണഘടന സംരക്ഷിക്കുക, സാധാരണ ജനങ്ങളുടെ, യുവാക്കളുടെ, രാജ്യത്തെ മുഴുവൻ ആളുകളുടെ ഉത്തരവാദിത്തമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചുമതല വഹിക്കേണ്ടത് ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അവർ പോലും ജനാധിപത്യത്തെ കൊള്ള ചെയ്യാനുള്ള അവസരം ഒരുക്കുകയും ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ രംഗത്തിറങ്ങേണ്ടി വന്നത്. ഇനി ഇത് തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിലപാടുകൾ വ്യക്തമാക്കേണ്ടത്. കാരണം ഇതിനു മുൻപ് ഉന്നയിച്ച ആരോപണങ്ങൾ പോലും പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ വരും മണിക്കൂറുകൾ നിർണായകം തന്നെയായിരിക്കും. കാരണം ഒരു തുറന്ന ചർച്ചയ്ക്കാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വേദി ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗണേഷ് കുമാർ അദ്ദേഹം എന്തു പറയുന്നു എന്നുള്ളതാണ് ഇനി കാത്തിരിക്കേണ്ടത്. പ്രത്യേകിച്ച് BJPയുടെ ഒരു പ്രതികരണവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയല്ലേ? ശ്രീജ, ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട, വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ആരോപണം ഉന്നയിച്ചപ്പോൾ BJPയുടെ പ്രധാന നേതാക്കളൊന്നും തന്നെ ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞില്ല. തോൽക്കുമ്പോൾ ഉള്ള, അല്ലാതെ അതിൽ ആദ്യത്തെ മറുപടി എന്ന് പറയുന്നത് ബീഹാറിൽ തോൽക്കാൻ പോകുന്നു, അതിനു മുൻപേയുള്ള ഒരു മുൻകരുതലാണ് എടുക്കുന്നത് എന്നുള്ളതാണ് മറുപടിയായി പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. ഇക്കാര്യത്തിലൊക്കെ മറുപടി പറയേണ്ടത് രാഷ്ട്രീയ ആരോപണമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണമാണ്. ആ ആരോപണത്തിൽ മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നുള്ളതായിരുന്നു BJPയുടെ നിലപാട്. ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയും, പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിമാരും തന്നെ കൃത്യമായ മറുപടിയിലേക്ക് പോയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കണ്ടു. ആ സമയത്ത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രധാന ചോദ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് ഉണ്ടായത്. കൃത്യമായ പരിശോധന
പരിശോധന നടക്കുന്നുണ്ട്. മാത്രമല്ല പരാതി നൽകാനുള്ള സംവിധാനമുണ്ടല്ലോ, ആ നൽകുന്ന അനുസരിച്ച് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതായിരുന്നു കമ്മീഷന്റെ നിലപാട്. ഈ വിഷയത്തിലും അത് തന്നെയായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അപ്പോഴും ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഒരാൾ 12 അപേക്ഷകൾ നൽകുകയാണ് പല ഫോൺ നമ്പറുകളിൽ നിന്ന്. ആ അപേക്ഷകൾ പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ 12 പേരുടെ വോട്ടുകൾ ഒഴിവാക്കുന്നു. ഇങ്ങനെ നിരവധി ആളുകളുടെയാണ് 6018 വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ളതല്ല, ഒരു മണ്ഡലത്തിലെ കണക്ക് മാത്രമാണ്. അതൊരു പക്ഷേ ഒരു സംസ്ഥാനത്തേക്ക് വരുമ്പോൾ എത്രത്തോളം വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടാകാം. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ വരുമ്പോൾ 6850 വോട്ടുകൾ കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. അത് ഒരു സംസ്ഥാനത്തിലെ കണക്കിൽ ഇപ്പോൾ തൃശ്ശൂരിലടക്കം ആരോപണം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇത്തരത്തിലുള്ള ഉണ്ട് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. അതിപ്പോൾ ബീഹാറിലുണ്ട്, ഹരിയാനയിലുണ്ട്, ഉത്തർപ്രദേശിലുണ്ട്. അങ്ങനെ ഓരോ സംസ്ഥാനത്തും സമാനമായ രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ട്. ആ കണക്കുകളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ പുറത്തുവിടും. മാത്രമല്ല ഇതിന് പിന്നിൽ ആരാണെന്ന് പുറത്തുവിടാനുള്ള സമയമായിരിക്കുന്നു. അത് കുറച്ച് ദിവസം കൂടി കാത്തിരിക്കുന്നു. അവരെല്ലാം തന്നെ പുറത്തുവിടും എന്നുള്ളതാണ്. വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. ഭരണഘടനയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംരക്ഷിക്കുന്നത്, ഈ ക്രമക്കേട് നടത്തുന്ന ആളുകളെയാണ്. അതുകൊണ്ട് തന്നെ അത് ആരാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അറിയാം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. ഏതായാലും വലിയ രാഷ്ട്രീയ ആരോപണം തന്നെയാണ്. അതിന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമല്ല, ഒരുപക്ഷെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായ ആളുകളും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗമായ ആളുകളും മറുപടി പറയേണ്ട ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ശ്രീജ.